വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കൂടാരപ്പെരുന്നാളിലെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു കൂടി വന്ന ജനത്തിന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകുന്നതാണ് യോഹന്നാൻ 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യഹൂദന്മാരുടെ പെരുന്നാൾ ദിനത്തിൽ ശിലോഹം കുളത്തിൽ നിന്ന് ഒരു കുടം വെള്ളവുമായി ദേവാലയത്തിലേക്ക് വരുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ജനം പാടുന്ന പാട്ടാണ് യെശയ്യാവ് 12:3. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്ന് വെള്ളം കോരും. യെരുശലേമിൽ എപ്പോഴും വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. അതിന് അവസാനം വരുന്ന നാളിനായി അവർ കാത്തിരുന്നു. പുരോഹിതൻ വെള്ളവുമായി വരുമ്പോൾ ഈ പാട്ടിൽ കൂടി അവരുടെ പ്രത്യാശയെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പാടി വരുന്ന ജനത്തോടാണ് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വെള്ളത്തിന് പല അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. യേശു ശമര്യസ്ത്രീയോട് പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഇവിടെ ജലത്തിന് നിത്യജീവൻ എന്ന ആശയമാണ് നൽകിയിരിക്കുന്നത്. യോഹന്നാൻ 7:38-39 വാക്യങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞിട്ട് അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവാകുന്നു എന്ന് പറയുന്നു. അതായത് ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. പെരുന്നാൾ ദിനത്തിൽ പുരോഹിതൻ്റെ പിന്നാലെ പാട്ടുപാടി വരുന്ന ജനത്തോടെ യേശു പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവന് പരിശുദ്ധാത്മാവിനെ നൽകാം എന്നാണ്. അതിന് വില നൽകേണ്ട, പരിശുദ്ധാത്മാവിനെ സൗജന്യമായിട്ടാണ് നൽകുന്നത്. യെശയ്യാ 55:1 പറയുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അതായത് ഒരു വിലയും നൽകാതെ വെള്ളവും വീഞ്ഞും പാലും നൽകുന്ന ദൈവം. വെളിപ്പാട് 22:17 ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് പറയുന്നത്. അതായത് ജീവജലം നൽകുന്നത് സൗജന്യമായിട്ടാണ്. അതിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ല. കൃപയാൽ ദൈവം എല്ലാവർക്കും ദാനമായിട്ട് നൽകുന്നതാണ് നിത്യജീവൻ. എഫെസ്യർ 2:8. റോമർ 5:15 യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം എന്ന് പറയുന്നത്. അതായത് നിത്യജീവൻ പ്രാപിപ്പാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി, വിശ്വാസത്തോട് യേശുവിനോട് ചോദിക്കുക. ക്രൂശിൽ കിടന്ന കള്ളൻ യേശുവിൽ നിന്ന് സൗജന്യമായിട്ടാണ് നിത്യജീവൻ്റെ അവകാശം പ്രാപിച്ചത്. വിശ്വാസത്തോടെ യേശുവിനോട് ചോദിച്ചു. യേശു അവന് പറുദീസ ഉടൻ തന്നെ വാഗ്ദാനം ചെയ്തു. അവൻ പറുദീസ അവകാശമാക്കി. നിത്യജീവൻ സൗജന്യമായി നൽകുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനെയും നൽകുന്നത്. വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനവും വിശ്വാസത്താൽ പ്രാപിപ്പാൻ കഴിയും. യോഹന്നാൻ 7:39. ലൂക്കോസ് 11:13 പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കുമെന്ന. സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ സൂക്ഷിക്കുവാനുള്ളതല്ല, അത് നീരുറവയായി പുറത്തേക്ക് ഒഴുകണമെന്ന യോഹന്നാൻ 7:38 പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവെന്ന ദാനം അനുഭവമാക്കിയവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മിൽ തന്നെ കെട്ടിക്കിടക്കേണ്ടതല്ല. അനുഗ്രഹങ്ങൾ നൽകുന്നത് നമുക്ക് മാത്രമായിട്ടല്ല, അത് നൽകിയിരിക്കുന്നത് പങ്കുവെക്കുന്നതിന് വേണ്ടിയും കൂടിയാണ്. യഹസ്കേൽ 47:1 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ കാണുന്ന ദർശനത്തിൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് ഒഴുകുന്നു. ആദ്യം വെള്ളം നരിയാണിയോളം പൊങ്ങി, പിന്നീട് അത് മുട്ടോളമായി, അതിനുശേഷം അരയോളം പൊങ്ങി, ഒടുക്കം നീന്തി കടക്കുവാൻ വയ്യാത്ത വിധത്തിൽ വെള്ളം പൊങ്ങി.
തുളുന്ന വെള്ളം ചെന്ന് ചേർന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾക്ക് ജീവൻ ലഭിക്കുന്നു. മാത്രമല്ല, നദിയുടെ ഇരുകരയിലും മാസം തോറും പുതിയ ഫലം കൊടുക്കുന്ന വൃക്ഷങ്ങളാൽ നിറയപ്പെട്ടു. വൃക്ഷങ്ങളുടെ ഫലം തിന്മാനും ഇല രോഗശാന്തിക്കും സഹായകരമാവുകയും ചെയ്തു. ഇന്ന് ഈ നദിയാണ് നമ്മിൽ നിന്നും ഒഴുകേണ്ടത്. നമ്മിൽ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവ ഉണ്ടായിരിക്കുകയും ചുറ്റുപാടുകളിലേക്കും അവയെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യണം. നാം ദേശത്തിന് അനുഗ്രഹമായി തീരണം. ചുറ്റുപാടുകളിലേക്കും ഈ അനുഗ്രഹത്തെ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനായി വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. വിശ്വാസത്തോടെ അവനോട് ചോദിക്കാം, കർത്താവേ, ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ.